നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഞാനിവിടുന്ന് റിലീസാവും. ഈ മാസം അവസാനത്തോടെ നിങ്ങളും പുറത്തെത്തും. അവസാനത്താൾ റിലീസാവുന്ന പകൽ ഏകദേശം ഒരു 12 മണിയോടുകൂടി സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള നിള ലോഡ്ജിൽ നമ്മൾ ഒത്തുകൂടുന്നു. ബാക്കിയൊക്കെ നമുക്ക് അവിടുന്ന് പ്ലാൻ ചെയ്യാം. മറക്കണ്ട, നിള ലോഡ്ജ്, 1-ാം നിലയിലെ 17-ാം നമ്പർ മുറി. എന്താ ഇവിടെ ഉറുമ്പിനെ കളിപ്പിച്ചോണ്ടിരിക്കുക? മര്യാദക്ക് ഇന്ന് പണിയെടുക്കണ. നിന്നെ കാണാതെപ്പം ഞാൻ ഒന്ന് മയങ്ങി. ഇന്നലെ രാത്രി കുറച്ച് ഉറക്കളച്ചേ. ജയിലില് മനുഷ്യാവകാശ കമ്മീഷൻ എന്തോ തെളിവെടുപ്പുണ്ടായിരുന്നു. അതാ വൈകിയേ. മനുഷ്യാവകാശം നീരി എന്താടാ രണ്ടുപേരും വിളറ് വെളുത്ത് കടലാസ് പോലെ ആയല്ലോ. അടിവര തുടങ്ങിയപ്പോഴേ. ഇല്ല കാർലോസ് ചേട്ടാ, ഞങ്ങൾ സ്ട്രോങ്. എന്തായി കാര്യങ്ങൾ? ഒരു 9-9:30 ആകുമ്പോഴേക്ക് രണ്ടാളും ഉറങ്ങും. TV കണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ 10 മണിയാവും. എന്തായാലും 10 മണി വിട്ട് പോയില്ല, അത് ഉറപ്പാണ്. പിന്നെ വീടിൻ്റെ മെയിൻ സ്വിച്ച് ഇരിക്കുന്നത് വടക്കപ്പുറത്തെ ചായപ്പിൻ്റെ ചുമരില്ല. ലക്ഷണം പിടിച്ച പട്ടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ. അതിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ കാർലോസ് ചേട്ടാ, സഹായത്തിന് നിൽക്കുന്നൊരു പെൺകുട്ടി ഉണ്ടാവും. ഏതോ അകന്ന ബന്ധത്തിലുള്ള. പക്ഷെ അത് പ്രശ്നമല്ല, നമ്മുടെ സോൾ കടിയാണ്. വാതിലിന് കുറ്റിയെടുത്ത് വെക്കാന്ന് പറഞ്ഞത് അവളാ. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ പറമ്പിൽ ഒരല്ല നിങ്ങൾ 2 വരും. അതെനിക്ക് വിട്ടേര്. അഥവാ ഇനി ഉണർന്നാൽ തന്നെ കിടത്തി ഉറക്കാൻ എനിക്കറിയാം. എന്നാ പിന്നെ ഇറങ്ങല്ലേ? ഇന്ന് വേണ്ട, നാളെ മതി. കളവിന് നല്ല നാളെയാ. നാളെ ഉത്തരായനം തുടങ്ങി. നമുക്ക് നാളെ ചെയ്യാം. എന്നാ പിന്നെ നാളെ ആവട്ടെ അല്ലേ? അപ്പോൾ ഒരു പകല് മുഴുവൻ ഇനി വെറുതെ കളയണം. പോരടി മാറ്റാൻ എന്താടാ പിള്ളേരൊരു വഴി? 6-7 മാസം മൂട്ടയടിയും കൊണ്ട് അകത്ത് കിടക്കായിരുന്നേ. അതിന് വഴി ഉണ്ടാക്കാൻ കാർലോസ് ചേട്ടാ, നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്നാ പിന്നെ അങ്ങനെ അല്ലേ? കേറിയോ? എവിടാ? നമ്മൾ ഇതിനു മുമ്പ് കൂടിയിട്ടുണ്ടല്ലോ. എന്താടാ സാധനം കിട്ടി കാർലോസ് ചേട്ടാ, പക്ഷെ റേറ്റ് ഇച്ചിരി കൂടുതലാ. ലോക്കല് കിട്ടിയില്ല. എന്നും ലോക്കലായാലും എങ്ങനെയാണ് ശരിയാവുന്നേ? ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡ് ആവണ്ടേ? ഞാൻ ഒഴിച്ചുതരാം. എന്റെ ശീലേ. പോയടാ എന്തൊക്കെയായിരുന്നു ദിവ്യ പ്രണയം, തുമ്പിക്കൈ വണ്ണത്തില് മഴ, എന്റെ ശീലാവധി.
ചന്ദ്രേട്ടാ ഒരു 10 കിലോ പഞ്ചസാര വേണമല്ലോ. 10 കിലോ? ആ 10 കിലോ. ആ தேன் வாங்கிங்க சார். சார் நல்ல தேனி சார். சார் காட்டு தேனி சார். சார் എടാ തന്നെ சார் 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 சூப்பரா இருக்கும் சார் தேனு. சார் 200 ரூபா தான் சார். ஆமா ഒരു சார். 5 രൂപ ഇട് 5 பாட்டிலா? പെട്ടെന്ന് 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 1 2 3 4 5. ஆஹா லாட் அடிச்சது. 90. കാർലോസ് ചേട്ടാ, ചേട്ടാ കാർലോസ് ചേട്ടാ, ആ, എണീക്കേ. എന്താ പോണ്ടേ? നേരം വൈകി പോണ്ടേ? അല്ല അവള് പോയാ? അവള് പോയി. അല്ല ഞാൻ അവളൊന്നും ചെയ്തില്ല. നേരെ ഒരുപാട് വൈകി. നമുക്ക് ഇറങ്ങാം. അതെ ഞങ്ങളിവിടെ ഒന്നോളാം, നിങ്ങൾ പോയാൽ മതി. വടക്കേപ്പുറത്തെ വാതിലിൻ്റെ കുറ്റിയിട്ടുണ്ടാവില്ല, അതിൽ കൂടെ കയറിയാൽ മതി. പിന്നെ കോണി കയറി ചെല്ലുമ്പോൾ ഒരു ഇടനാഴിയുണ്ട്. അതിൻ്റെ അടുത്ത വശത്തെ വാതിലൂടെ കയറുമ്പോൾ മുകളിലെ ഹോളെത്താം. കാശും സ്വർണ്ണം അവിടുത്തെ ഏതെങ്കിലും മുറിയിലാവാനാണ് സാധ്യത. പടാ. അതെ, അവരെണീറ്റാലും ദ്രോഹിക്കണ്ട കേട്ടോ. ഇല്ലടാ. വാ. ഞാനകത്ത് പോയിക്കോളാം, നീ വഴി നോക്ക്. എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ പുറത്ത് ചാടിക്കണം, ഞാൻ വന്നോളാം. ശ്ശ്, പോടാ. ആരാണ് കെട്ടിട്ടത്? അടിച്ചു വിടാം. ഇപ്പൊ മനസ്സിലായില്ലേ ഇതൊരു കെണിയാണെന്ന്? നിന്നെ കുരുക്കാൻ ഞങ്ങളെ കരുതിക്കൂട്ടി ഒരുക്കിയ കെണിയാടാ. നീ ആരാ? ഞാനോ? ഞാനിപ്പോ എങ്ങനെയാ നിന്റെ ശത്രുവായതൊന്നായിരിക്കും നീ ഇപ്പൊ ആലോചിക്കുന്നത്. അത് നിനക്ക് മനസ്സിലായിക്കോളൂ. അതിനു മുമ്പ് നിനക്ക് ഓർക്കാൻ കഴിയുന്ന വേറൊരു മുഖമുണ്ട്. അത് നീ ഒന്ന് കണ്ടു നോക്ക്.
നേരത്തെ ആ വീട്ടിൽ വെച്ച് കണ്ട പരിചയമല്ല, അതിനൊക്കെ മുമ്പ്. നോർത്ത് നോക്ക് നീ, ഓർമ്മ വരും നിനക്ക്. ആരാ ഈ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? അടച്ചിടാൻ പറഞ്ഞ കൂട്ടാക്കും.
അന്ന് നീ വന്നത് എൻ്റെ വീട്ടിലേക്ക്, ഈ വീട്ടിലേക്ക്. എൻ്റെ വിരലെന്ന് പറഞ്ഞാൽ കൂടി എൻ്റെ അച്ഛൻ നമുക്കത് സഹിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ എനിക്ക്. എന്നിട്ട് നീ അവരെ എന്തോരം വേദനിച്ചിട്ടുണ്ടാവും എൻ്റെ അച്ഛനും അമ്മയ്ക്ക്. തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് നിയമം കൈമലർത്തിയപ്പോ അന്ന് ഞങ്ങൾ തീരുമാനിച്ചോ, നീ ഇത് നരകത്തിൽ പോയി ഒളിച്ചാലും അവിടെ വന്ന് നിന്നെ പൊക്കൂന്ന്. ചത്തൂന്ന് കരുതി നീ ഇട്ടിട്ട് പോയ ജീവൻ ബോധം വന്നത് 18ാമത്തെ ദിവസം. വന്നപ്പോ അവള് പറഞ്ഞ ഒരേ ഒരു അടയാളം എന്റെ മുറിച്ചെവി. നിന്റെ മുറിച്ചെവി അന്വേഷിച്ച് 8 മാസമായി ഞങ്ങൾ അലയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരു ലോക്കൽ കള്ളനിൽ നിന്നായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം. കള്ളന്മാരുടെ ആശാനായ കേളുവാശാനിലേക്ക് ഞങ്ങൾ എത്തുന്നത് അങ്ങനെയാണ്. പിന്നീട് കള്ളം ബെന്നിയിലേക്ക്. കളവിൻ്റെയും കള്ളന്മാരുടെയും ഇരുണ്ട ലോകത്തേക്ക് നിന്നെ തേടി ഞാൻ ഇറങ്ങി തിരിച്ചു. ഞാനെന്ത് പറയാനാ, ഞാൻ പറ്റില്ല. പേര് മനോജ്. 2 ദിവസം കൂടി നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കൂടെ കൂട്ടണോ വേണ്ടത്. ബെന്നിയേട്ടൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾ പല തന്ത്രങ്ങളും പറ്റും. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ വരെ നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ എത്തി. കഴിഞ്ഞ ദിവസം ഒരു ഈവനിംഗ് പത്രത്തിൽ വന്ന ന്യൂസാ. വാർത്തയുടെ ഇൻട്രോ വായിച്ചപ്പോൾ തന്നെ അച്ഛൻ്റെ അമ്മയുടെ മർഡറുമായി എന്തോ റിസംബ്ലൻസ് എനിക്ക് തോന്നി. ഇതിൽ പറയുന്ന ക്രൈം നടന്ന സമയത്ത് വേറെ പത്രങ്ങൾ എടുത്താൽ നമുക്ക് കേസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടില്ലേ? ഒരു DYSP രാമദേവൻ സാറാണ് ആ കേസ് അന്വേഷിച്ചത്. നാളെയാണ് സെഷൻസിൽ ആ കേസിന്റെ ക്രോസ് എക്സാമിനേഷൻ. കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ട രേഖകൾ ചിലപ്പോഴൊക്കെ ഓഫീസർമാർ ക്വാർട്ടേഴ്സിലേക്കോ വീട്ടിലേക്കോ കൊണ്ടുപോകാറുണ്ട്. എങ്ങനെയെങ്കിലും അത് പരിശോധിക്കാൻ പറ്റിയ കേസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. എന്താ ഇവിടുത്തെ ആളുടെ ജോലി? പോലീസിലാണോ സാർ? DYSP സ്പെഷ്യൽ ബ്രാഞ്ച്. കോടതിയിലെ തൊണ്ടിമുറിയിലേക്ക് എത്തിയത് മോഷണത്തിനായിരുന്നില്ല. എന്റെ അച്ഛനെ നീ അടിച്ചു വീഴ്ത്തിയ ആ മെറ്റൽ ടോർച്ച് അന്വേഷിച്ചായിരുന്നു.
ആരും അറിയാതെ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടും ഒടുവിൽ ഒരാൾക്ക് മുമ്പിൽ എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു. പണമുണ്ടാക്കുകയോ അതിനുവേണ്ടി മോഷണം പഠിക്കുകയോ അല്ല നിന്റെ ഉദ്ദേശമെന്ന് മുമ്പേ എനിക്ക് തോന്നിയിരുന്നു. ഇനി പറ, നിന്റെ കണ്ണുകളിലിരിക്കുന്ന കനലുകളുടെ ശരിക്കുള്ള അർത്ഥം എന്താണ്? ഇതുപോലൊരു നീചകൃത്യം ചെയ്യണമെങ്കിൽ അത് അവൻ തന്നെയാ. മുറിച്ചവൻ കാർലോസ്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. അവനെ തിരയേണ്ടത് പുറത്തല്ല. ഏതോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് അവൻ. എങ്ങനെയും നീ അതിനുള്ളിൽ എത്തിപ്പെടണം. ജയിലിലെത്തിയാൽ എത്രയും വേഗം നീ കാര്യങ്ങളെല്ലാം പിന്നെ ധരിപ്പിക്കണം. അവൻ കൂടെ ഉണ്ടാവും. അവൻ വേണ്ട ചെയ്യും. ഞങ്ങൾ ഓരോരുത്തരായി ജയിലിലേക്ക് എത്തിയത് പോലും കൃത്യമായ ആസൂത്രണമായിരുന്നു. അതാണ് കാർലോസ്. ഐറ്റം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, പക്ഷെ റൂട്ട് വേറെ. ഞാനൊരു കള്ളനാ, ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു ചേട്ടനായിട്ട് ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ട്. പുതിയ 2 ജോയിനിങ് ഉണ്ടല്ലോ കാർലോസ് ചേട്ടാ, 2 പയ്യൻസാ. അതാ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ആത്മഹത്യ അല്ലെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം. ഈ 2 ഓപ്ഷൻ ഇല്ലാണ്ട് നമ്മളെ മുന്നിൽ വേറെ വഴിയില്ല. എന്ത് വേണമെന്ന് നീ തീരുമാനിക്കും. നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. പിന്നെ കിട്ടുന്നത് എത്രയായാലും 3 ഷെയറായിട്ടേ പിരിക്കും. 3 ഷെയർ. ജയിലിൽ നടന്ന ഓരോ സംഭവങ്ങളും ബെന്നിയേട്ടന്റെ സഹായത്തോടെ നിന്നെ കുറുക്കാൻ ഞങ്ങൾ ഒരു 8ന്റെ കെണിയായിരുന്നു കാർലോസ്. കൊടുക്കൂടാണ് നമ്മളവനൊരു മുട്ടൻ ടാഡാസ്റ്റ് പണി. പക്ഷെ ഇവിടെ വെച്ച് പറ്റില്ല. ഇവിടുത്തെ ഓരോ അനക്കങ്ങളും എപ്പോഴും 10-100 ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. പുറത്തെത്തിച്ച് പൂട്ടണം അവനെ. നിനക്ക് മേലുള്ള വിധി നടപ്പിലാക്കും മുമ്പ് കൊലയാളി നീ തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനുള്ള അവസാനത്തെ തെളിവെടുപ്പിനായിരുന്നു നിന്നെ അന്ന് ഞങ്ങൾ ഷീലയുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഇതുപോലൊരവസരം ഇനി നമുക്ക് കിട്ടില്ല. എഴുന്നേക്കും മുമ്പ് ഇവിടെ ഇട്ട് തീർക്കണം. അതിനെന്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും കൂടെ ഉണ്ടാവും ഞങ്ങൾ. ഈ ഒരൊറ്റ പകലോട് ക്ഷമിക്കുക. ഇവിടെ വച്ചല്ല, എൻ്റെ അച്ഛനും അമ്മയും മരിച്ച അതേ സ്പോട്ടിൽ കിട്ടണം എനിക്ക് വേണം. അവരെ മരിച്ചാണ്ട് തകഞ്ഞെന്ന് അതേ മണ്ണിലിട്ട് ഇവൻ്റെ പ്രാണം കൊണ്ട് വേണം എനിക്ക് അവരെ സാത്തമുട്ടാൻ.